السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അവസരമാണ് ഈ ജീവിതം എന്നത്. ഒരിക്കലും രണ്ടാമതൊരു തവണ ലഭിക്കാത്ത, ഒരു തവണ മാത്രം ലഭിക്കുന്ന ഒരവസരം. അതിലെന്തിനാണോ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം നമുക്ക് നൽകില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമുക്ക് അത്രക്ക് വിലപ്പെട്ടതാണ്. സ്വഹാബികളെ പറ്റി പറയുമ്പോൾ താബീങ്ങൾ പറയാറുണ്ട്, സ്വന്തം സമ്പത്തിനേക്കാളും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ദീനാറിനും ദിർഹമിനും കൊടുക്കുന്ന മൂല്യത്തെക്കാളും സമയത്തിന് വില കൊടുത്തിരുന്ന ഒരു കൂട്ടരെ അവർ കണ്ടിട്ടുണ്ട് എന്ന് താബീങ്ങൾ സ്വഹാബികളെ പറ്റി പറയാറുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്തിനാണ് നാം ചെലവഴിക്കുന്നത് എന്നതാണ്. ആ ഓരോ നിമിഷത്തിന്റെയും വില യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയാൽ ഒരു സുബ്ഹാനല്ലാഹയോ അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്റോ ആ സമയത്ത് നാം ഉൾക്കൊള്ളിക്കുമായിരുന്നു. കാരണം നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ഒരു സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നെല്ലാം പറയുമ്പോൾ അതിന് പകരമായി സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തസ്ബീഹിനും ഓരോ തഹ്മീദിനും ഓരോ ചെടികൾ നടുമെന്നാണ്. വേറെ ചില റിവായത്തുകളിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതിന് ഓരോ നഖൽ, ഈന്തപ്പന മരം, അല്ലെങ്കിൽ സ്വർഗത്തിലെ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നെല്ലാം പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഒരു സെക്കൻഡ്, ഒരു നിമിഷം അല്ലെങ്കിൽ 2 സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു ദിക്ർ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ഒരു ചെടി, ഒരു വൃക്ഷമാണ് നമുക്കവിടെ നഷ്ടപ്പെടുന്നത്. അത് ഒരു ദിക്ർ ചെയ്യാതെ വെറുതെ പോകുന്നത്. എന്നാൽ ആ സമയത്ത് പാപം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിലോ അത് സ്വർഗത്തിൽ നിന്ന് അകറ്റുക എന്ന് മാത്രമല്ല, നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു കാര്യവുമായി തീരും. അതുകൊണ്ട് സഹോദരങ്ങൾ, ആദ്യമായി നാം ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഈ ആയുസ് എന്നുള്ളത് നമുക്കറിയാം. എന്തിനാണ് അല്ലാഹു തആല നമുക്ക് ഈ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഈ കാലഘട്ടം നമുക്ക് തന്നിട്ടുള്ളത്, ആയുസ് തന്നിട്ടുള്ളത്? ആരാണ് ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണം, ജീവിതം, ഇതിനിടയിലുള്ള ഈ ഒരു ആയുസ്, അതിലാരാണ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതം ആ ഒരു കാര്യത്തിൽ, ആ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ളതായിരിക്കണം. അപ്പോ അത് ആലോചിക്കുമ്പോൾ തന്നെ ആയുസിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ ഇന്നാട് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ നഷ്ടപ്പെടുത്തിയ ഏതെങ്കിലും ഒരു നിർബന്ധ ഇബാദത്തുകൾ, നിർബന്ധ നിസ്കാരമാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യമാവട്ടെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ അനാവശ്യമായി അശ്രദ്ധയിലായിക്കൊണ്ട് നഷ്ടപ്പെടുത്തിയ നഫ്ലുകൾ, ധാരാളം ഐച്ഛികമായ കർമ്മങ്ങൾ, അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. നമുക്ക് ആകെ നഷ്ടബോധമായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖബറിന്റെ അടുത്തുകൂടി പോയപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിൽ കിടക്കുന്ന ആ ഖബറിൽ നോക്കി പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഇപ്പോൾ ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും എല്ലാം ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് നിസ്കാരം അവന്റെ അമലുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഈ ദുനിയാവും അതിലുള്ളതിനെല്ലാം ലഭിക്കുന്നതിനേക്കാൾ അവൻ ഇന്ന് ഇഷ്ടപ്പെടുന്നത് അവന്റെ അമലുകളിൽ 2 റക്അത്ത് ഒരു നിസ്കാരം അധികരിച്ചുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾ അവരുടെ മരണത്തിന് ശേഷമുള്ള ഓരോ ഘട്ടത്തിലും, മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും അതുപോലെ നരകത്തിലെത്തുന്നത് വരെ അവർ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റബ്ബിർജിഊൻ, ഞങ്ങളൊന്ന് മടക്കണം, കുറച്ചുകൂടി ആയുസ് നൽകണം, ഞങ്ങൾ നല്ല ജീവിതം ജീവിച്ചോളാം, ഞങ്ങൾ നിന്നെ അനുസരിച്ച് ജീവിച്ചോളാം എന്നവർ ആവർത്തിച്ച് ആവശ്യപ്പെടും. അല്ലാഹു തആല അപ്പോഴൊക്കെ പറയും, കല്ല, ഇനി അങ്ങനെ ഒരു അവസരമില്ല, നിങ്ങൾക്ക് ഇനിയൊരു അവസരമില്ല. സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചെറുപ്പക്കാരനെ, കുറച്ച് അശ്രദ്ധയിലായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഉപദേശിക്കാൻ തീരുമാനിച്ച് ആ ചെറുപ്പക്കാരനെയും കൊണ്ട് ഒരു മക്ബറയിലെത്തി. ആ മക്ബറയിലെത്തി ഖബറിന്റെ അടുക്കലെത്തിയിട്ട് ആ ഖബർ കാണിച്ചു ചോദിച്ചു, ഈ ഖബറിൽ കിടക്കുന്ന ആൾ ഇപ്പൊ എന്താ ആഗ്രഹിക്കുന്നുണ്ടാവുക ചോദിച്ചു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവുക അന്ന് ദുനിയാവിലേക്ക് മടങ്ങി കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചിരുന്നെങ്കിൽ എന്നാവും ആലോചിക്കുന്നുണ്ടാവുക. അപ്പോ ഉപദേശിക്കാൻ കൊണ്ടുപോയ വ്യക്തി ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആ ഖബറാളി ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീ ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് നീ ഈ അവസരം ഉപയോഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ സഹോദരങ്ങളെ, പറയുന്ന ഞാനാവട്ടെ, കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാകട്ടെ, നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് ഈ ദുനിയാവിലും അതുപോലെ മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ ചിന്ത മുഴുകി നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധയിലാവുക എന്നുള്ളത്, ഗഫ്ലത്ത് സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് ചില സമയത്ത് നമ്മൾ മറന്നു, നമ്മൾ എന്തിനാ ജീവിക്കുന്നത്, നമ്മൾ എന്തിനാ സൃഷ്ടിക്കപ്പെട്ടത് എന്നെല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും സംഭവിക്കും. അതിനെ ഓർമ്മപ്പെടുത്തി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ ആ പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട, നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നാം ഏറ്റവും അടുത്തിരിക്കുന്ന, നാം ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന റമളാൻ നമ്മിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ആയുസിന്റെ വില തന്നെ ഇത്ര അധികം ഉണ്ട് എന്ന് പറഞ്ഞു. ആയുസിൽ റമളാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മൂല്യവത്തായിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 വ്യക്തികളെ പറ്റി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ബലിയ് എന്നുള്ള പ്രദേശത്തിലെ അല്ലെങ്കിൽ ഗോത്രത്തിലെപ്പെട്ട 2 ആളുകൾ ഒരേ സമയം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചത് ഒരേ സമയത്താണ്. അതിൽ ഒരു വ്യക്തി ധാരാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്ന, പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. മറ്റേ വ്യക്തി അത്രക്കൊന്നും പരിശ്രമിക്കൊന്നുമില്ല, എന്നാലും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ധാരാളം ഇജ്തിഹാദ് ചെയ്യുന്ന വ്യക്തി ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായി കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ വ്യക്തിയാണെങ്കിലോ ആ വ്യക്തി വീണ്ടും 1 വർഷം ജീവിച്ച് സാധാരണഗതിയിൽ ഷഹീദായിട്ടോ യുദ്ധത്തിലോ ഒന്നല്ല, സാധാരണഗതിയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു. സ്വപ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഈ 2 വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു. ഈ 2 വ്യക്തികളും ഞാനും സ്വർഗത്തിന്റെ കവാടത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ സ്വർഗത്തിനകത്തുനിന്ന് ഒരാൾ വന്നു, പുറത്തേക്ക് വന്നു. എന്നിട്ട് രണ്ടാമത് മരിച്ച വ്യക്തി, അഥവാ കൂടുതൽ ഇജ്തിഹാദ് ചെയ്യാത്ത, ഷഹീദായി കൊല്ലപ്പെടാത്ത, ആ ഷഹീദായ കൊല്ലപ്പെട്ട വ്യക്തി മരണിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് സാധാരണഗതിയിൽ മരണപ്പെട്ട വ്യക്തിയെ ആദ്യം വന്ന് വിളിച്ചു, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട്. വീണ്ടും സ്വർഗത്തിന്റെ അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് രണ്ടാമത്തെ ആളെ, അഥവാ ആദ്യം മരിച്ച ഷഹീദായി കൊല്ലപ്പെട്ട ആളോട് സ്വർഗത്തിൽ കയറാൻ പറഞ്ഞു. പിന്നെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്കിപ്പോ വരാൻ സമയമായിട്ടില്ല, പിന്നെ വന്നാൽ മതി, പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടു. കാരണം നല്ല ഇബാദത്തിൽ ഇജ്തിഹാദ് ചെയ്തിരുന്ന, ഷഹീദായി കൊല്ലപ്പെട്ടിരുന്ന വ്യക്തിയെ രണ്ടാമതാണ് സ്വർഗത്തിൽ കയറാൻ പറഞ്ഞത്. ആദ്യം പിന്നീട് മരിച്ച വ്യക്തി കയറി എന്നുള്ളതാണ്. സഹാബി ഈ സംഭവം ബാക്കിയുള്ള സഹാബികളോട് പറഞ്ഞു. അവരൊക്കെ ഇതേ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ അവരോട് ചോദിച്ചു, സഹാബികളോട് ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, നിങ്ങൾക്ക് എന്താ ഇതിനു മാത്രം ഇതിൽ അത്ഭുതം കൊള്ളാനുള്ളത്, എന്താ ഇതിൽ ഇത്ര വലിയ അത്ഭുതത്തിൽ എന്താണ് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, റസൂലെ, ഒന്നാമത്തെ വ്യക്തി ഷഹീദായി കൊല്ലപ്പെട്ടതാണ്, അയാള് ഇജ്തിഹാദ് ചെയ്തിരുന്ന ആളാണ്, അയാളെ കഴിഞ്ഞിട്ട് സാധാരണ വലിയ ഇജ്തിഹാദൊന്നും ചെയ്യാത്ത ഒരാൾ ഒരു കൊല്ലം കഴിഞ്ഞ് സാധാരണ രീതിയിൽ മരിച്ചിട്ട് അയാളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കയറിയത്, അതാണ് ഞങ്ങൾക്ക് അത്ഭുതം എന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന, ഈ രണ്ടാമത് മരിച്ച വ്യക്തി ഒന്നാമത്തെ വ്യക്തിക്ക് ശേഷം ഒരു വർഷം ജീവിച്ചില്ലേ? സ്വഹാബികൾ പറഞ്ഞു, ബല, ജീവിച്ചിട്ടുണ്ട്. വഅദ്റക റമളാന ഫസാമ വസല്ല കദാ വകദാ മിൻ സജ്ദത്തിൻ ഫിസ്സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവനൊരു റമളാൻ കിട്ടിയില്ലേ? അവൻ ആ റമളാനിൽ നോമ്പ് നോറ്റില്ലേ? അതിനു പുറമെ ബാക്കിയുള്ള ആ ഒരു വർഷം ധാരാളം നിസ്കാരങ്ങളും മറ്റുമെല്ലാം അവൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ബല, ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ആ രണ്ടു പേര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂമികളോളം വരുന്ന വ്യത്യാസമാണെന്ന് പറഞ്ഞു. ആകാശഭൂമികൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അതിനേക്കാൾ വ്യത്യാസമുണ്ട് ആ രണ്ടാളുകൾ തമ്മിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ എന്താണ് അവരെ വ്യത്യാസപ്പെടുത്തിയ കാര്യം? എന്താ അവിടെ പറഞ്ഞത്? ഒരു വർഷത്തെ ആയുസ്സാണ്, ഒരു വർഷം കൂടുതൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രത്യേകമായി പറഞ്ഞത് ഒരു റമളാൻ അവന് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പ്രതീക്ഷിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന, നാം എത്തിച്ചേരുമെന്ന് നാം കൊതിക്കുന്ന റമളാനിനെ വെറും കളിയും തമാശയുമായിട്ട് കാണുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. അതിനൊരു ഗൗരവം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ ആകുന്ന സമയത്തിൽ സഹാബികളോട് പറയാറുണ്ട്, അതാകും റമളാൻ ഷഹ്റുൻ മുബാറക്കുൻ, ഇതാ നിങ്ങൾക്ക് റമളാൻ വന്നെത്തിയിരിക്കുകയാണ്, ബറക്കത്ത് നിറഞ്ഞ മാസമാണത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദ, എല്ലാം വർദ്ധിച്ച് ലഭിക്കുന്ന, എല്ലാം അധികരിക്കുന്ന ഒരു മാസമാണത്. അതായത് എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ ഒരു ദിക്റാണെങ്കിലും അതിന്റെ പ്രതിഫലം ധാരാളമാണ്, നിസ്കാരമാണെങ്കിൽ അതാണ്, ദുആഇന് അതിന്റെ പ്രതിഫലം വേറെ രീതിയിലാണ്, ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം വേറെ രീതിയിലാണ്. എല്ലാം കൊണ്ടും ബറക്കത്ത് നിറഞ്ഞ മാസമാണത്. ഫറളല്ലാഹു അസ്സ വജൽ അലൈക്കും സിയാമഹു, അല്ലാഹു തആല ഇദാ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്നത്. കാരണം ഒരു മുസ്ലിം അവന് അനുവദനീയമായിട്ടുള്ള ഹലാലായിട്ടുള്ള ഭക്ഷണം, ഹറാമുകളെ പറ്റിയിട്ടല്ല, ഹറാമായിട്ടുള്ള ഭക്ഷണ പാനീയങ്ങളെ പറ്റിയിട്ടല്ല, അനുവദനീയമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, അനുവദനീയമായ രീതിയിൽ ഹലാലായ രീതിയിൽ അവന്റെ ഇണയുമായിട്ടുള്ള ശാരീരിക ബന്ധം, അങ്ങനെയുള്ള ഹലാലുകൾ അവനൊരു നിശ്ചിത സമയത്തേക്ക് ഒഴിവാക്കി നിൽക്കുകയാണ്. അവൻ അതിനെ പിടിച്ചു നിർത്തുകയാണ്, സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്തുകയാണ് ഹലാലിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പ്രത്യേകമായി പ്രതിഫലം നൽകും എന്റെ ആ അടിമയ്ക്ക് എന്ന് പറഞ്ഞ് അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ഇദ്ല ലഹു, നോമ്പിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ല തന്നെയാണ്. നോമ്പിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റമളാനിന്റെ പ്രത്യേകതയായിട്ട് അവിടുന്ന് പറഞ്ഞു, തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന ഒരു മാസമാണത്. അഥവാ ധാരാളം ആളുകൾക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ മഗ്ഫിറത്ത് കൊണ്ട് നരകപ്രവേശനത്തിന് അർഹരായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്രയും ഒരു നന്മ നിറഞ്ഞിട്ടുള്ള മാസമാണ് റമളാൻ. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, പിശാചികളിൽ പ്രധാനികളായിട്ടുള്ള ആളുകളെല്ലാം അള്ളാഹു ആ മാസത്തിൽ ചങ്ങലക്കിടും. പിന്നീടുള്ള ആ പാപങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അധികവും അവന്റെ നഫ്സിൽ നിന്നുള്ളതും അതുപോലെ ചെറിയ പ്രേരണകൾ കൊണ്ട് മാത്രം സംഭവിക്കുന്ന പാപങ്ങളായിരിക്കും. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, എന്നിട്ട് പറഞ്ഞു ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ,
ആ ദിവസത്തിന്റെ നന്മകൾ ആർക്കാണോ തടയപ്പെട്ടത് അവനാണ് യഥാർത്ഥത്തിൽ നന്മകൾ തടയപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനാകുന്ന സമയത്ത് സ്വഹാബികളോട് പറയുന്ന വാക്കാണ്. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം, നാം എങ്ങനെയാണ് റമദാനിനെ വരവേൽക്കുന്നത്, അല്ലെങ്കിൽ റമദാനിൽ നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ഇബാദത്തുകളെയും നമ്മുടെ ഈമാനിനെയും മറ്റെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള നമ്മോടൊപ്പമുള്ള ആളുകളുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും സാലിഹായ ഒരു വ്യക്തിയോടായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മെ താരതമ്യം ചെയ്യുക. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം നമ്മുടെ സ്വന്തത്തെ എപ്പോഴും താരതമ്യം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഉത്തമ സമുദായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള സ്വഹാബികളുമായും ആ സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള ശിഷ്യന്മാരായിട്ടുള്ള താബിഈകളുമായും അവിടുത്തെ തബഉ താബിഈകളുമായിട്ടുള്ള അത്ബാഉകളുമായിട്ടുള്ള അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഉത്തമരായ 3 സമൂഹത്തെ കൊണ്ടാണ്. അവരാണ് സലഫുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവം, സംസ്കാരം, അതെല്ലാം നമ്മൾ ആരെയാണ് മാതൃകയാക്കുന്നത്? സഹാബികളെയും സഹാബികളെ ശിഷ്യന്മാരായിട്ടുള്ള ഉത്തമരായിട്ടുള്ള സലഫുകളെയാണ്. ഇപ്പോൾ നമ്മൾ അതൊരു സ്വയം വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ധാരാളം ഇൽമ് നേടുന്ന ആളുകളാണ്, അൽഹംദുലില്ലാ. അഥവാ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നു, ഇൽമ് കേൾക്കുന്നു, ദർസുകൾ കേൾക്കുന്നു, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും സ്വയം ഒന്ന് വിചാരണ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, എന്താണ് ഈ ഇൽമിന്റെ അവസ്ഥയിൽ എന്റെ അമലുമായിട്ടുള്ള അവസ്ഥ എന്നുള്ളത്? എന്താണ് ഈ ഇൽമെല്ലാം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്റെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ് എന്നത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാതിർ എന്നൊരു കിതാബുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡയറി പോലെയുള്ള ഒരു കിതാബാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കിതാബ്. വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഫായിദകളുള്ള ഒരു കിതാബാണ്. ആ സയ്യിദുൽ ഖാതിറിൽ അദ്ദേഹം ഒരു ഫസ്ല് ആക്കിയിട്ടുള്ളതിൽ കൊടുത്തിട്ടുള്ള പേര് അൽ ഇൽമു വൽ അമൽ എന്നാണ് ഫസ്ലിന്റെ തലക്കെട്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ സ്വന്തത്തിലേക്ക് ലമ്മാ റഅയ്തു നഫ്സി ഫിൽ ഇൽമി ഹസന, ഞാൻ സ്വന്തത്തിലേക്ക് എന്നെ പരിശോധിച്ചപ്പോ ഇൽമിനെയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. ഇൽമാണ് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം എന്ന് മനസ്സിലായി. ഇൽമില്ലാതെ ഇബാദത്തിൽ മുഴുകിയ പല ആളുകളും സൂഫികളെ പോലുള്ളവരെല്ലാം പിഴച്ചു പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൽമാണ് ഏറ്റവും വലുത് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇൽമിന്റെ ഫضലൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ കുറെ ഇൽമുമായി മുഴുകുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഫമല്ലദി അഫാദക അൽ ഇൽം, ഇൽമു കൊണ്ട് നിനക്ക് എന്ത് ഫായിദയാണ് ഉണ്ടായിട്ടുള്ളത്? നീ കേൾക്കുന്ന ദർസുകൾ കൊണ്ടും നീ വായിക്കുന്ന പാഠങ്ങൾ കൊണ്ടും നിനക്ക് എന്ത് ഉപകാരമാണ് കിട്ടിയിട്ടുള്ളത്? ഐനൽ ഖൗഫ്, എവിടെയാണ് നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം? ഐനൽ ഖൽഖ്, എവിടെയാണ് പരലോകത്തെ കുറിച്ചിട്ടുള്ള ഭയം കൊണ്ടുള്ള ഒരു അസ്വസ്ഥത നിനക്കുള്ളത്? ഐനൽ ഹദർ, എവിടെയാണ് പാപങ്ങൾക്ക് നീ ഒരു ഗൗരവം അഥവാ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് താക്കീത് നൽകി ആ ഭയപ്പെട്ടുകൊണ്ട് പാപങ്ങളെ ഒഴിവാക്കുന്നത് എവിടെയാണ്? എന്നിട്ട് അദ്ദേഹം സ്വന്തത്തിനോട് ചെന്ന് ചോദിക്കുകയാണ്, ഔമ സമിഅതി, സ്വന്തം നഫ്സിനോട്, ബി അഖ്ബാരി അഖ്യാരിൽ അഹ്ബാർ ഫീ തഅബ്ബുദിഹിം വഇജ്തിഹാദിഹിം, നീ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയിട്ടില്ലേ ശ്രേഷ്ഠരായിട്ടുള്ള ഉത്തമരായിട്ടുള്ള മാതൃകയായിട്ടുള്ള മുൻഗാമികൾ അവരുടെ ഇബാദത്തുകളെ കുറിച്ച്, അവരുടെ ഇജ്തിഹാദിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ സ്വന്തത്തിനോട് ചോദിക്കുകയാണ്, അമാ കാന റസൂൽ സയ്യിദുൽ കുൽ ثم انه قام حتى ورمت قدماه, നീ കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിന്റെയും നേതാവായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്ഥാനത്തുണ്ടായിട്ടും അവിടുന്ന് തന്റെ കാലിൽ നീര് വരുമാറ് രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് നീ കേട്ടിട്ടില്ലേ? അമാ കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു ശുജിയ നഷീദ് കസീറുൽ ബുക്കാ, ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് കരയാറുണ്ടായിരുന്നു എന്ന് നീ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അമാ കാന ഫീ ഖദ്ദി ഉമർ റളിയല്ലാഹു അൻഹു ഖത്താൻ മിൻ ആസാരി ദുമൂ, നിനക്കറിയില്ലേ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ രണ്ട് ഭാഗങ്ങളിലും കരഞ്ഞതിന്റെ അടയാളമായിക്കൊണ്ട് ഒരു വര, കണ്ണീര് പൊഴിച്ചതിന്റെ അടയാളമായിട്ട് ഒരു അടയാളം ഉണ്ടായിരുന്നു. തൊലിയുടെ നിറം മാറിയിട്ട് ഒരു വര പോലെ അടയാളം ഉണ്ടായിരുന്നു എന്ന് നീ കേട്ടിട്ടില്ലേ? അമാ കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഖ്തിമുൽ ഖുർആൻ ഫീ റക്അ, നീ അറിഞ്ഞിട്ടില്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കരിക്കുന്ന സമയത്ത് രാത്രി നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തത് നീ അറിഞ്ഞിട്ടില്ലേ? അമാ കാന അലി റളിയല്ലാഹു അൻഹു യബ്കി ബില്ലൈൽ ഫീ മിഹ്റാബിഹി ഹത്താ തഖ്ദുല ലിഹ്യതഹു ബിദ്ദുമൂ' ഹത്താ തഖ്ദുല ലിഹ്യതഹു ബിദ്ദുമൂ', നീ അറിഞ്ഞിട്ടില്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രാത്രി കരഞ്ഞിട്ട്, രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന സമയത്തും അതല്ലാതെയും കരഞ്ഞ് താടി നനയാറുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടില്ലേ? വയഖൂൽ, എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നില്ലേ, യാ ദുനിയാ ഉരി ഗൈരി, ദുനിയാവേ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും നീ പോയി വഞ്ചിക്കാൻ നോക്ക്, എന്നെ ഒഴിവാക്കി വേറെ ആരെങ്കിലും വഞ്ചിക്ക് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നില്ലേ? എന്നിട്ട് പറയാണ് ഹസൻ ബസ്രി, അമാ കാനൽ ഹസൻ ബസ്രി യഹ്യാ അലാ ഖുവ്വത്തിൽ ഖൽഖ്, ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ജീവിച്ചിരുന്നത് പരലോകത്തെ കുറിച്ചുള്ള ഭയത്താലുള്ള അസ്വസ്ഥതയിലായിരുന്നില്ലേ എന്ന് നീ അറിഞ്ഞിട്ടില്ലേ? അമാ കാന സഈദ് ഇബ്നു മുസയ്യിബ്, താബിഈങ്ങളിൽപ്പെട്ട ശ്രേഷ്ഠരായ വ്യക്തിയാണ്, മുലാസിമൻ ലിൽ മസ്ജിദ് ഫലം തഫുത് സ്വലാത്തു ഫീ ജമാഅത്തിൻ 40 സന, നീ അറിഞ്ഞിട്ടില്ലേ ഒരു നിസ്കാരം പോലും, ഒരു ജമാഅത്ത് പോലും 40 വർഷത്തോളം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അദ്ദേഹം മകളോട് പറഞ്ഞൊരു അസറുണ്ട്, മോളെ മരണസമയത്ത്, മോളെ 40 വർഷമായിട്ട് മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ മസ്ജിദിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു അസറുണ്ട്. അതുപോലെ അസ്വദ് ഇബ്നു യസീദ് എന്നുള്ള താബിഈ, അദ്ദേഹം നോമ്പ് നോറ്റ്, സുന്നത്തായ നോമ്പുകൾ ധാരാളമായി നോറ്റ് അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറം വരെ മാറിപ്പോയത് നീ കേട്ടിട്ടില്ലേ? സ്വന്തത്തിനോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുക. എന്ന് ചോദിച്ചു, അമാ ഖാലത് ബിൻതു റബീഅ ഇബ്നു ഖൈസം, റബീഅ ഇബ്നു ഖൈസമിന്റെ മകൾ ഉപ്പയോട് ചോദിച്ചില്ലേ, ഇൻ മാലി അറന്നാസ് യനാമൂൻ വ അൻത ലാ തനാം, അദ്ദേഹം ആ മോളുപ്പാനോട് ചോദിക്കുകയാണ്, ഉപ്പ എല്ലാരും ഉറങ്ങാണ്, നിങ്ങൾ എന്താ ഈ ഉറങ്ങാതിരിക്കുന്നത് രാത്രി ഇബാദത്ത് ചെയ്യുമ്പോ? അപ്പൊ അദ്ദേഹം മറുപടി പറയാമായിരുന്നു, ഇന്ന അബാക യഖാഫു അദാബൽ ബയാത്ത്, നിന്റെ ഉപ്പ ഭയപ്പെടുകയാണ്, രാത്രിയിലെങ്ങാനും വല്ല ശിക്ഷയും വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് നിന്റെ ഉപ്പ ഈ രാത്രി ഇബാദത്തിൽ മുഴുകുന്നത് എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ, അദ്ദേഹം മസ്ജിദിൽ രാത്രി നിസ്കാരത്തിലുമെല്ലാം നിൽക്കുമ്പോൾ ആ മടി വരുമ്പോൾ അതിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു ചാട്ട തൂക്കി വെക്കാറുണ്ടായിരുന്നില്ലേ, സ്വന്തത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്? അതുപോലെ തന്നെ യസീദ് റഖാഷി, അദ്ദേഹം 40 വർഷത്തോളം ഐച്ഛികമായ നോമ്പെടുത്തിട്ടും അദ്ദേഹം പറയാറില്ലേ, സബഖനി അൽ ആബിദൂൻ, അള്ളാഹുവിനെ ആരാധിച്ചവർ മുന്നിട്ട് പോയല്ലോ, വഖതഅബി, എന്നെ മറികടന്നു പോയല്ലോ അവർ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ പല പണ്ഡിതന്മാരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അഇമ്മത്തുൽ അർബഅ, മദ്ഹബിന്റെ 4 ഇമാമുകളെ ഇബാദത്തുകൾ കേട്ടിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തത്തിനോട് പറയാണ്, ഫഹ്ദരി മിനൽ ഇഖ്ലാദി ഇലാ സൂറത്തിൽ ഇൽം, നീ ഭയപ്പെടുക, സ്വന്തം നഫ്സിനോട് പറയാം, നീ ഭയപ്പെടുക, നീ ഇൽമിന്റെ ആളായി അറിയപ്പെട്ട്, ഇൽമുള്ളവനായി അറിയപ്പെട്ട്, മഅ തർക്കിൽ അമലി ബിഹി ഫഇന്നഹാ ഹാലത്തുൽ കുസാല, ആ ഇൽമ് ഉണ്ടായിട്ട് അമലിനെ ഒഴിവാക്കുന്ന ഒരാളായി കൊണ്ട് നടക്കുന്ന നീ ഭയപ്പെടുക, അത് മടിയന്മാരുടെ അവസ്ഥയാണ് എന്ന് അദ്ദേഹം സ്വന്തത്തിനോട് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അവരുടെ ഇബാദത്തുകളുമായിട്ടാണ് എപ്പോഴും നമ്മൾ നമ്മെ താരതമ്യം ചെയ്യേണ്ടത്. അത് അവരുടെ വിശ്വാസം പോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം, അവര് ദീനായി കണ്ടതായിരിക്കണം നമ്മുടെ ദീന്, അവര് ബിദഅത്തായി കണ്ടതായിരിക്കണം നമ്മുടെ ബിദഅത്ത്, നമ്മൾ ബിദഅത്തായി കാണേണ്ടത്. അങ്ങനെ ഓരോ രീതിയിലും അതേപോലെ തന്നെ അവർ ചെയ്ത ഇബാദത്തുകളെ പോലെ ഇബാദത്ത് ചെയ്യാൻ നാം പരിശ്രമിക്കണം. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഇന്ന് അവരുടെ ഇബാദത്തുകളും അവരുടെ ഈമാനും പറയാൻ പോലുമുള്ള യോഗ്യത നമുക്കില്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് പറയുമ്പോ അതെന്തോ ഗുലുവാണ്, അതൊക്കെ ഇതിപ്പോ ഈ ഒരു കൗല് വായിച്ചപ്പോ നമുക്ക് എന്താ തോന്നുക, അതൊക്കെ അതിരുവിട്ടതാണ്, അത്രയൊന്നും നമ്മുടെ ആവശ്യമില്ല, നമുക്ക് മിതത്വം മതി. മിതത്വം മതി എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്തിനോട് യോജിക്കലാണ് മിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലരും മിതത്വം എന്നുള്ള അർത്ഥത്തിന് വസതീയത്ത് എന്നുള്ള അർത്ഥം വെക്കുമ്പോൾ പലരും പറയാറില്ല, കുറെ ചെയ്യണ്ട, തീരെ ചെയ്യാതിരിക്കണ്ട, എന്നാ പറ്റുന്ന പോലെ. അതല്ല, സുന്നത്തിനോട് യോജിക്കുക എന്നതാണ് വസതീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ കൊണ്ട്, അതുപോലെ അവിടുന്ന് ദീൻ പഠിച്ച സഹാബികളെയും സലഫുകളെയും അവരോട് യോജിക്കുന്നതാണ് വസത്തിയത്ത്. അത് അങ്ങനെ ഒരാൾ ഇന്നുണ്ട് എങ്കിൽ അയാളാണ് ഖുറബായിൽപ്പെട്ടവർ, അയാളാണ് ഗരീബ് എന്ന് പറയുന്നത്. ഖുറബ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പേരെഴുതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞു വെക്കുന്നവരല്ല. അതുപോലെ തന്നെ സലഫികൾ എന്ന് പറയുന്നവർ, സലഫികൾ, ഞാൻ സലഫിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ അതിനുള്ള യോഗ്യത എന്താണ് നമ്മളിൽ ഉള്ളത് എന്ന് പരിശോധിക്കണം. അതെ, സലഫുകളുടെ അഖീദ പിൻപറ്റുന്നു, സലഫുകളുടെ മൻഹജ് പിൻപറ്റുന്നു, എന്നാൽ അവരെ പോലെ ഇബാദത്തുകൾ ചെയ്യാനും അവരെ പോലെ വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശരിക്കും നമ്മൾ പരിശോധിക്കണം. ഇനി നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന റമളാൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പറഞ്ഞു ഇബാദത്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ റമളാൻ എന്നുള്ളത് ആ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള, ധാരാളം നന്മകൾ നേടിയെടുക്കാനുള്ള ഒരു അവസരവുമാണ്. ഇനി ആ റമളാനിൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്റെ ഇബാദത്തുകൾ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ആരോടാണ്? സലഫുകളോടാണ്, മുൻഗാമികളോടാണ്. അവർ എങ്ങനെയാണ് റമളാനിനെ കണ്ടിരുന്നത്, അവരെങ്ങനെയാണ് റമളാനിൽ ഇബാദത്തുകൾ ചെയ്തിരുന്നത്, അത് മനസ്സിലാക്കുമ്പോഴാണ് സഹോദരങ്ങളെ നാം എത്രത്തോളം അവരിൽ നിന്ന് ഇബാദത്തുകളുടെ വിഷയത്തിൽ, സൽക്കർമ്മങ്ങൾ മുഴുകുന്ന വിഷയത്തിൽ അകലെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇനി നമുക്ക് നോക്കാം, എന്തായിരുന്നു സലഫുകൾ റമളാനിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സലഫുകളുടെ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധവും ഖുർആനിന്റെ പാരായണം അവരെത്ര ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്, റമളാനിൽ പ്രത്യേകമായിട്ട്. കാരണം നമുക്കറിയാം റമളാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഖുർആൻ ഇറങ്ങിയതാണ്. അല്ലാഹു തആല പറഞ്ഞു, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹി അൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിക്കുന്ന, നേർമാർഗം വ്യക്തമാക്കി കൊടുക്കുന്ന അവസ്ഥയിൽ ആ ഒരു കാര്യത്തിനായി ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് റമളാനിൽ മഹത്തായ ഇബാദത്തായ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് നോമ്പിൽ അഥവാ റമളാനിൽ പ്രത്യേകം സലഫുകൾ ശ്രദ്ധിച്ചിരുന്ന, ഗൗരവത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് സലഫുസ് സാലിഹീങ്ങൾ ഖുർആനിന്റെ വിഷയത്തിൽ റമളാനിൽ അവർ നൽകിയിരുന്നത്. നോക്കാം, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ ഇമാമായി അറിയപ്പെടുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ആദ്യക്കാരനായിട്ടുള്ള ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹം നമുക്കറിയാം മസ്ജിദിൽ ധാരാളം ഹദീസുകൾ പഠിപ്പിക്കുന്ന ആളാണ്, ഫിഖ് പഠിപ്പിക്കുന്ന ആളാണ്, അതുപോലെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ്. എന്നാൽ റമളാൻ ആവുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത് കാണാം, അദ്ദേഹം ഹദീസ് പഠിപ്പിക്കുന്നതിൽ നിന്ന് നിർത്തും. എന്നിട്ട് അദ്ദേഹം അധികവും ഖുർആനിന്റെ തിലാവത്തിൽ മുഴുകും. ഇൽമിന്റെ മജ്ലിസുകൾ അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് വിട്ടുനിന്ന് അദ്ദേഹം ഖുർആൻ പാരായണത്തിൽ ധാരാളം മുഴുകുന്ന അവസ്ഥയാണ് റമളാനിൽ അദ്ദേഹം ചെയ്തിരുന്നത്. സൽഫുകൾ മുഴുവൻ നോക്കിയാലും റമളാനിൽ അവർ അധിക സമയം ചെലവഴിച്ചിരുന്നത് ഖുർആൻ പാരായണത്തിൽ തന്നെയാണ്. ഇവിടെ ഒരു സംശയം ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ കുറെ പാരായണം ചെയ്യാണോ വേണ്ടത് അതോ കുറച്ച് ഉറ്റാലോചിച്ച് പാരായണം ചെയ്യാണോ വേണ്ടത് എന്നുള്ളത്. രണ്ടും പ്രത്യേകതയുള്ള കാര്യമാണ്. രണ്ടിന്റെയും വ്യത്യസ്തമായ പ്രതിഫലവും എല്ലാം ഉണ്ട്, ശ്രേഷ്ഠതയും എല്ലാം ഉണ്ട്. ഖുർആൻ അർത്ഥം അറിഞ്ഞ് ചിന്തിച്ച് പാരായണം ചെയ്യണം, അതിനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, അങ്ങനെ വേണം പാരായണം ചെയ്യാൻ. പക്ഷെ റമളാനിൽ നമുക്ക് മനസ്സിലാകുന്നത് സലഫുകൾ അധികവും സമയം ചെലവഴിച്ചത് കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാനാണ്. ഖുർആനിന്റെ പാരായണം വർദ്ധിപ്പിക്കാനാണ്, തിലാവത്ത് വർദ്ധിപ്പിക്കാനാണ് അവർ കൂടുതൽ സമയം ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ മറ്റേത് ശ്രേഷ്ഠമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ റമളാനിലെ കാര്യം നോക്കുമ്പോൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഇമാം മാലിക് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് സലഫുകളിൽപ്പെട്ട ശ്രേഷ്ഠനായിട്ടുള്ള ഇമാമാണ്, പണ്ഡിതനാണ്. അദ്ദേഹം ഇദാ ദഖല റമളാൻ ആയി കഴിഞ്ഞാൽ തറക ജമീഇ അൽ ഇബാദാത്ത്, മറ്റുള്ള ധാരാളം ഐച്ഛികമായ ഇബാദത്തുകളൊക്കെ ഒഴിവാക്കി കുറച്ച് വഅഖ്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, കൂടുതൽ പ്രാധാന്യം ഖുർആൻ പാരായണത്തിന് നൽകുമായിരുന്നു. ബാക്കിയുള്ള ഇബാദത്തുകളിലെല്ലാം ആവശ്യത്തിനുണ്ടാകും, പക്ഷേ അതിലേക്ക് മുഴുകുന്നത് വിട്ട് കൂടുതൽ സമയവും ഖുർആൻ പാരായണത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കാറുണ്ടായിരുന്നു. അതുപോലെ മുഹദ്ദിസീങ്ങളിൽ
ശ്രേഷ്ഠനായിട്ടുള്ള ഇമാമായിട്ടുള്ള മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ല, അദ്ദേഹം റമളാനിൽ ഓരോ ദിവസവും ഒരു ഖതം ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. ഖുർആൻ അല്ലാതെ ഓതിയിട്ട് ദിവസവും ഒരു തവണ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു. ഇത് സലഫുകൾ ധാരാളം പേര് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് എന്താണ് ഇതിൽ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കത് അത്ഭുതമായി തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ലാത്ത സമയത്ത് എന്തില്ല, അതിന് മാത്രം ഖുർആൻ പാരായണം ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ദിവസത്തിൽ ഒരു ദിവസം തന്നെ ഖത്തം തീർക്കുമായിരുന്നു എന്ന് പറയുന്ന പല ആളുകളും അവർ റമളാനിൽ അല്ലാത്ത സമയത്ത് 6 ദിവസം കൊണ്ട് സ്ഥിരമായി ഖുർആൻ തീർക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് സ്ഥിരമായി ഖുർആൻ തീർക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള അവർക്ക് റമളാനിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല, കാരണം അവർക്ക് ശീലമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ ദിവസവും 10 പേജ് ഖുർആൻ ഓതുന്ന ആളാന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ അയാൾക്ക് റമളാനിൽ ഒരു 30 പേജ് പാരായണം ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാവുമോ? ഇല്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അവർ റമളാനിന് പുറത്ത് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അകത്ത് അവർക്ക് ഈ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല നിസ്കാരത്തിൽ അല്ലാതെ ഓതുന്നതാണ് ഒരു ഖത്തം തീർക്കൽ. തറാവീഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരത്തിൽ 3 ദിവസം കൂടുമ്പോൾ ഓരോ ഖത്തം വീതം തീർക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അല്ലാതെ ഖുർആൻ ഒരു ഖത്തം ഓരോ ദിവസവും തീർക്കും. അതല്ലാതെ തറാവീഹ് ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് രാത്രി നിസ്കരിക്കാറുണ്ട്. ആ നിസ്കാരത്തിൽ 3 ദിവസം കൂടുമ്പോൾ ഖുർആൻ മുഴുവൻ ഓതി തീർക്കാറുണ്ട്. അഥവാ ഖുർആനിന്റെ 1/3 വെച്ചിട്ട് അദ്ദേഹം രാത്രി നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ വകാന സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല, അദ്ദേഹം ഓരോ 2 ദിവസത്തിലും ഖുർആൻ ഖത്തം തീർക്കാറുണ്ടായിരുന്നു. അതുപോലെ സുബൈദുൽ യാമി റഹിമഹുല്ല, അദ്ദേഹം റമളാനായി കഴിഞ്ഞാൽ പ്രത്യേകം മുസ്ഹഫിനെ ഒരുക്കി വെച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയെല്ലാം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു, പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ വലീദ് ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ല, അദ്ദേഹം സാധാരണഗതിയിൽ റമളാനിൽ ഓരോ 3 ദിവസത്തിലും ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ട്. അതിനെ മൊത്തത്തിൽ അതല്ലാതെ പാരായണം ചെയ്തിട്ട് കൂടി 17 തവണയോളം റമളാനിൽ ഖുർആൻ മുഴുവൻ അദ്ദേഹം ഖത്തം തീർക്കാറുണ്ടായിരുന്നു. അതുപോലെ അബു അവാന റഹിമഹുല്ല, സലഫുകൾപ്പെട്ട ആബിദീങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു കാണാം, ഷഹിദ്തു ഖതാദത യുദദ്ദിസുൽ ഖുർആന ഫി റമളാൻ. ഖതാദ റഹിമഹുല്ല, ഖതാദ റളിയല്ലാഹു അൻഹു, ഖതാദ റഹിമഹുല്ല അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? റമളാനിൽ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കാൻ വേണ്ടി സമയമെടുക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഖതാദ റഹിമഹുല്ല ഖുർആൻ തീർക്കാറുണ്ടായിരുന്നത് 7 ദിവസത്തിൽ ഒരു തവണ അദ്ദേഹം ഖത്തം തീർക്കാറുണ്ടായിരുന്നു. സാധാരണഗതിയിൽ റമളാൻ ആയി കഴിഞ്ഞാൽ 3 ദിവസത്തിൽ അദ്ദേഹം ഖത്തം തീർക്കുമായിരുന്നു. ഖതാദ റഹിമഹുല്ല റമളാന് പുറത്ത് 7 ദിവസത്തിൽ ഖുർആൻ മുഴുവൻ ഓതി തീർക്കും. റമളാൻ ആയാൽ 3 ദിവസം കൊണ്ട് ഒരു തവണ ഖുർആൻ ഓതി തീർക്കും. അവസാനത്തെ 10 ആയാൽ ഓരോ ദിവസവും ഓരോ തവണ ഖുർആൻ ഓതി അദ്ദേഹം തീർക്കാറുണ്ടായിരുന്നു. റബീഉ ഇബ്നു സുലൈമാൻ, അദ്ദേഹം ഷാഫിഈ റഹിമഹുല്ലയുടെ ശിഷ്യനാണ്. അദ്ദേഹം പറയാണ്, കാന ഷാഫിഉ യഖ്തമുൽ ഖുർആന ഫീ ശഹ്രി റമളാൻ 60 ഖത്മതൻ. ഷാഫിഈ റഹിമഹുല്ല 60 തവണ അദ്ദേഹം റമളാനിൽ ഖത്തം ചെയ്യാറുണ്ടായിരുന്നു ഖുർആൻ. അതായത് ഓരോ ദിവസവും 2 തവണയോളം ഖുർആൻ അദ്ദേഹം മുഴുവൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകാതിരിക്കാനുള്ള കാരണം അതാണ്. എന്താണ്? നമ്മൾ റമളാനിന് പുറത്ത് ഖുർആൻ പാരായണം കുറവായതുകൊണ്ട് മാത്രമാണ്. റമളാനിന് പുറത്ത് കുറവായതുകൊണ്ടാണ്. റമളാനിന്റെ പുറത്ത് നമുക്ക് ഖുർആൻ ഓതൽ അതായത് നമുക്ക് പലപ്പോഴും നമ്മളേതായ മടി കൊണ്ടും നമ്മുടേതായ അലസത കൊണ്ടുമാണ്. കണക്കൊക്കെ വെച്ച് കണക്കൂട്ടി നോക്കിയാൽ തന്നെ വളരെ എളുപ്പത്തിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനു പുറമെ ധാരാളം ബറക്കത്തുകൾ ഖുർആൻ പാരായണം ചെയ്താൽ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. സമയത്ത് നല്ല ബറക്കത്തുണ്ടാവും. ഇപ്പൊ ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസത്തിൽ നമുക്ക് എത്രയാണോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അതിനേക്കാൾ കാര്യങ്ങൾ ചെയ്യാനും എന്നിട്ടും സമയം ബാക്കിയുള്ള അവസ്ഥ ഉണ്ടാകും. ഖുർആൻ എത്ര പാരായണം ചെയ്യുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ സമയത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അതുപോലെ സലഫുകളിൽപ്പെട്ട മറ്റു ചില പണ്ഡിതന്മാർ അവരുടെ ഇബാദത്തുകളെ പറ്റി, റമളാനിലെ പറ്റി പറയുന്നിടത്ത് കാണാം, വഖീ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലാ,
ഇമാം ഷാഫിഈന്റെ ഉസ്താദാണെന്ന് അറിയപ്പെടുന്നു. പക്ഷേ ചില പണ്ഡിതന്മാർ ഉസ്താദല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്ന നിലയ്ക്കൊക്കെ. അല്ലാഹു അലം. എന്തായാലും ശ്രേഷ്ഠനായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം. ഓരോ ദിവസവും ഖുർആനിന്റെ ഒരു തവണ ഖത്തം തീർക്കുകയും പിന്നെ 1/3 പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഓരോ ദിവസവും ഖുർആൻ ഖത്തം തീർക്കും, പിന്നെ ഖുർആന്റെ 1/3 പാരായണം ചെയ്യും. അതുപോലെ വയുസല്ലി 12 റക്അതൻ മിന ദുഹ, അതുപോലെ തന്നെ എല്ലാ ദിവസവും റമദാനിൽ 12 റക്അത്ത് ദുഹ അദ്ദേഹം നിസ്കരിക്കാറുണ്ടായിരുന്നു. 12 റക്അത്ത് ദുഹ. ദുഹക്ക് കൃത്യമായി റക്അത്ത് നിർണയിച്ചിട്ടൊന്നുമില്ല, എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. അദ്ദേഹം ഖിയാമുൽ ലൈലിന്റെ 11ന്റെ 1 കൂട്ടിയിട്ട് ഷഫാ ആക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചതാവാം. അദ്ദേഹം റമദാനിൽ എല്ലാ ദിവസവും ദുഹ നിസ്കാരം 12 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല വയുസല്ലി മിന ദുഹരി ഇലൽ അസ്ർ, അദ്ദേഹം ദുഹർ മുതൽ അസ്ർ വരെ സുന്നത്തുകൾ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ദുഹർ മുതൽ അസ്ർ വരെയുള്ള സമയത്ത് 2 റക്അത്തായിട്ട് അദ്ദേഹം സുന്നത്ത് നിസ്കാരത്തിൽ മുഴുകുന്ന അവസ്ഥയായിരുന്നു റമദാനിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഖാസിബ് ഇബ്നു അലി, അദ്ദേഹത്തിന്റെ ഉപ്പയെ പറ്റി, അദ്ദേഹത്തിന്റെ ഉപ്പ ഇബ്നു അസാക്കിർ വളരെ പ്രശസ്തമായ താരീഖു ദിമഷ്ഖ് എന്നു പേരുള്ള കിതാബ് രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇബ്നു അസാക്കിർ. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ മകൻ പറയാണ്, വകാന മുവാലിബൻ അലാ സ്വലാത്തിൽ ജമാഅ, അദ്ദേഹം ജമാഅത്ത് നിസ്കാരത്തെ കൃത്യമായി എന്തു ചെയ്യുമായിരുന്നു, ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, റമദാനിലും അതിനപ്പുറത്തും. വതിലാവത്തിൽ ഖുർആൻ, അതുപോലെ ഖുർആൻ പാരായണവും. യഖ്തിമു കുല്ല ജുമഅത്തിൻ, റമദാനിൽ അല്ലാത്തപ്പോൾ തന്നെ ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യാറുണ്ട്, ആഴ്ചയിൽ ഒരു തവണ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യും. ഔ യഖ്തിമു ഫി റമദാൻ കുല്ല യൗം, റമദാനിൽ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യും. വയഅ്തകിഫു ഫിൽ മനാറത്തി ശർഖിയ്യ, അദ്ദേഹം ദമസ്കസിലുള്ള ജാമിയിൽ പ്രധാനപ്പെട്ട മസ്ജിദിൽ കിഴക്ക് ഭാഗത്തിന്റെ മിനാറത്തിന്റെ ഭാഗത്തായിട്ട് അദ്ദേഹം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ പൊതുവെ ഉണ്ടാകുന്ന സംശയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിരോധിച്ചിട്ടുണ്ട്? 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസങ്ങളിൽ ഖുർആൻ പാരായണം മുഴുവനായി പാരായണം ചെയ്തത് വിരോധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ഈ സലഫുകൾ ഇങ്ങനെ ചെയ്യാറുള്ള കാരണം? അതെന്താണ്? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഈ അസറുകളെല്ലാം പറഞ്ഞ് ഇങ്ങനെയൊക്കെ സലഫുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസത്തിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് എന്ന് വിരോധിച്ചിട്ടുള്ളത് അലൽ മുദാവമത്തി അല ദാലിക്, സ്ഥിരമായി അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ്. സ്ഥിരമായിട്ട് 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസം, അതായത് ദിവസവും എല്ലാ സമയത്തും റമദാനും അല്ലാത്തപ്പോഴൊക്കെ സ്ഥിരമായി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്, അങ്ങനെ ചെയ്യരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റമദാൻ പോലെയുള്ള പ്രത്യേകമായിട്ടുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ മക്ക പോലെയുള്ള പ്രത്യേകമായ സ്ഥലങ്ങളിൽ, സ്ഥിരമായി മക്കയിലുള്ള ആളുകളല്ല, എപ്പോഴെങ്കിലും മക്കയിലൊക്കെ പോകുന്ന ആളുകൾ ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് അവിടെ വെച്ച് കൂടുതൽ ഇബാദത്ത് ചെയ്യുക എന്ന നിലക്ക് എത്ര വേണമെങ്കിലും ഖുർആൻ ഓതാം. അതുപോലെ റമദാൻ എന്നുള്ളത് എപ്പോഴും ഉണ്ടാവുമോ? ഇല്ല, വർഷത്തിലൊരു മാസമേ ഉള്ളൂ, കഴിഞ്ഞു പോകും. അപ്പൊ ആ സമയത്ത് കൂടുതൽ ചെയ്യുക എന്ന നിലക്ക് അവിടെ ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറയുന്നത് കാണാം. ഇനി സഹോദരങ്ങളെ, നമ്മളെ സ്വന്തത്തിലേക്ക്, ഞാനും എല്ലാവരും നമ്മളെയാണ് സലഫുകളുമായി താരതമ്യം ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. എത്രത്തോളമാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം? നമ്മൾ സത്യത്തില് നമ്മുടെയൊക്കെ സ്ക്രീൻ ടൈം നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിനും മൊബൈലുമായിട്ടുള്ള ബന്ധം ഏതാ ശക്തമായത് എന്നുള്ളത്. കാരണം നമ്മുടെ സമയത്തിന്റെ വലിയൊരു ഭാഗം എടുത്തു കൊണ്ടുപോകുന്ന സാധനമാണ് നമ്മുടെ മൊബൈലും അതുപോലെ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ. നമ്മുടെ വിലപ്പെട്ട സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നാം തുടക്കത്തിൽ പറഞ്ഞു, സമയത്തിന്റെ വില നമ്മൾ പറഞ്ഞു. സമയം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അവസരം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവസരമാണ്. ആ സമയം നമ്മുടെ എടുത്തു കളയാനാണ് ജിന്ന് മനുഷ്യവർഗത്തിലുള്ള പിശാചുക്കൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല, ദുനിയാവിന് ഉപകാരം ഉണ്ടാവില്ല, പരലോകത്തിന് ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ നമ്മളത് ആവശ്യമാണ് എന്ന നിലക്ക് അതിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. നമുക്ക് അത്രയും സമയം നഷ്ടപ്പെടുന്നു എന്ന് മാത്രം. എന്നാൽ അതുപോലെ നമ്മൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ ആയിരിക്കും സലഫുകൾ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എത്രയാണോ ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ ആയിരിക്കും സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അവർക്ക് ഒഴിവ് കിട്ടുമ്പോൾ അവർ ഖുർആനിലേക്ക് പോകുമായിരുന്നു. കാരണം അള്ളാഹുവിന്റെ കലാമാണത്, അള്ളാഹുവിന്റെ സംസാരമാണത്. അതിന് നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സമയം ഉണ്ടാവുക?
അതുപോലെ സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിന്റെ പാരായണം നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ആ ഖുർആനിന്റെ പാരായണം നമ്മുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്. പാരായണം വർദ്ധിപ്പിക്കുകയാണെങ്കിലും കേവലം അതിനെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരറിവെങ്കിലും നമുക്കുണ്ടായിക്കൊണ്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് അല്ലെങ്കിൽ അത് കേട്ട് നമ്മൾ കരയുന്ന അവസ്ഥയുണ്ടോ, അഥവാ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്ന അവസ്ഥയുണ്ടോ എന്ന് ആലോചിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അയൽവാസികൾ വരെ ഭയപ്പെട്ടു പോകുമായിരുന്നു. മുശ്രിക്കുകൾ, ജൂതന്മാരൊക്കെ ഭയപ്പെട്ടു പോകുമായിരുന്നു. എന്താണ്, അബൂബക്കർ സിദ്ദീഖ് തന്നെ ഖുർആൻ പാരായണം കേട്ട് മാത്രം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു പോകും. അതിന് പെട്ടെന്ന് കരയുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വേറെ ആളുകൾ പറയുന്നത് കേട്ട് കരഞ്ഞ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പാരായണം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫജ്ർ നിസ്കരിക്കുന്ന സമയത്ത് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തിട്ട് ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്നുള്ള ആയത്ത് പാരായണം ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ബിൻ ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കണമെന്ന സ്ത്രീകളോടുള്ള കൽപ്പന അത് പാരായണം ചെയ്യുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ തട്ടം നനയുമാറ് കരയാറുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ കൽബിൽ തട്ടിക്കൊണ്ട് കരയുന്ന, കണ്ണുനീർ പൊഴിക്കുന്ന അവസ്ഥ സലഫുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം റമളാനിൽ സലഫുകളുടെ പ്രത്യേകതയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു തവണയെങ്കിലും റമളാനിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന് പ്രത്യേക സമയം കണ്ടെത്തുക, കുറച്ചൊന്ന് ഒഴിവാക്കുക. നമ്മൾ തീരുമാനം എടുത്താൽ റമളാനിൽ സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്ക് ആവട്ടെ അല്ലെങ്കിൽ വേറെന്തോ നമ്മുടെ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് കച്ചവടപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും. അതല്ലാതെ യൂട്യൂബോ അതുപോലെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തൊക്കെയാണുള്ളത്, ഒന്നും അത് ആവശ്യമില്ലാത്തത് മുഴുവനായിട്ട് തന്നെ ഒഴിവാക്കാൻ നോക്കുക. റമളാനിൽ പ്രത്യേകിച്ച് കുറക്കുക. നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാപം നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ കഴിയാത്തതിലും ഒറ്റ കാര്യം തടസ്സമായിട്ടുള്ളൂ, നമ്മുടെ ഒരു ഉറച്ച തീരുമാനം മാത്രമേ അവിടെ തടസ്സമുള്ളൂ. ഒരു പാപം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, എനിക്കത് ഒഴിവാക്കാൻ പറ്റൂല, ഞാനത് അതിൽ തന്നെ മുഴുകി പോവാൻ എനിക്ക് പറ്റുന്നില്ല, അതിലൊരു നന്മ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതെനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല, അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതിന്റെ ഒരു കടമ്പേ ഉള്ളൂ. എന്താണത്? ഒരു ഉറച്ച തീരുമാനം. ആ ഉറച്ച തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പാപവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ആവശ്യമുള്ള ഒരു കാര്യം ഹറാമാക്കിയിട്ടില്ല. മനുഷ്യന് ആവശ്യമുള്ളൊരു കാര്യം അള്ളാഹു ഹറാമാക്കിയിട്ടില്ല. അപ്പൊ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യമൊക്കെ എന്താണ്? മനുഷ്യന് ആവശ്യമില്ലാത്ത തന്നെയാണ്. ഇനി ഒരു സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ഉറച്ച തീരുമാനത്തിന്റെ കുറവാണത്, ഒരു ദൃഢമായ തീരുമാനത്തിന്റെ കുറവാണത്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വബില്ലാഹി തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ആ ഉറച്ച തീരുമാനമാണ് അവിടെ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സലഫുകളുടെ റമളാനിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് ഖുർആൻ പാരായണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം സലഫുകൾ റമളാനിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് ഫിന്നഫഖതി വൽജൂദി വൽകറം, ചെലവഴിക്കുന്നതിൽ, ഔദാര്യം ചെയ്യുന്നതിൽ, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നതിൽ, അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ റമളാനിൽ സലഫുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിന് മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് ബിൽ ഖൈർ, ജനങ്ങളിൽ നന്മ ചെയ്യുന്നതിൽ ഏറ്റവും ഔദാര്യം കാണിച്ചിരുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെയധികം സ്വതക്ക കൊടുക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുടുംബത്തിന് ഒരു വർഷത്തേക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ സ്വതക്കകൾ കാരണത്താൽ പെട്ടെന്ന് തീർന്നു പോകുമായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫീ ശഹ്രി റമളാൻ, അതിൽ ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഔദാര്യങ്ങൾ ചെയ്തിരുന്ന, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന മാസം അത് റമളാനിലായിരുന്നു. റമളാനിൽ ഓരോ ദിവസത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ രാത്രിയിലും വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അഥവാ റമളാനിൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദാര്യം ചൊരിയാറുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാം, ഉഹിബ്ബു ലിർറജുലി അസ്സിയാദത ബിൽ ജൂദി ഫി ശഹ്രി റമളാൻ. അദ്ദേഹം പറയാണ്, ഒരു വ്യക്തി റമളാനിൽ ധാരാളമായി ഔദാര്യം ചൊരിയുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇഖ്തിദാഅൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അതിന് മാതൃക? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വലിഹാജത്തിൻ നാസി ഫീഹി ഇലാ മസാലിഹിഹിം. കാരണം റമളാനിൽ ജനങ്ങൾ അതിലേക്ക് കൂടുതൽ ആവശ്യക്കാരായിരിക്കും. അതിനുള്ള കാരണം എന്താണ്? വലിതശാഗുലി കസീരിൻ മിൻഹും ബിസ്സൗമി വസ്സലാത്തി അൻ മകാസിബിഹിം. അധിക ആളുകളും മുസ്ലിമീങ്ങളിൽ റമളാനിൽ നോമ്പും നിസ്കാരവും ഒക്കെ ആയിട്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് തിരക്കിലായിട്ടുണ്ടാവും, അഥവാ ഇബാദത്തുകൾ മുഴുകിയിട്ടുണ്ടാവും. അവരുടെ വരുമാനം എന്തായിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾക്ക് അത് കൂടുതൽ ആവശ്യമുള്ള സമയമാണ് റമളാൻ. രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സമ്പത്തുള്ളവർ മറ്റുള്ളവർക്ക് റമളാനിൽ ധാരാളമായി ഔദാര്യങ്ങൾ ചൊരിയുക എന്നുള്ളത്. മറ്റൊന്ന്, റമളാനിൽ സലഫുകൾ ഇന്നത്തെ പോലെ കൃത്യമായ ഓഫീസ് ഡ്യൂട്ടിയോ കൃത്യമായ സമയം ജോലിയോ അങ്ങനെയുള്ളതല്ലല്ലോ. അവര് വല്ല കച്ചവടമോ അല്ലെങ്കിൽ അവരല്ലാത്ത വല്ല കൃഷിയോ അല്ലാതെ വല്ല ജോലികളായിരിക്കും. അവരാ ജോലികൾ കുറച്ച് റമളാനിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇബാദത്തുകൾ മുഴുകാറുണ്ടായിരുന്നു. അപ്പൊ സാധാരണയുള്ള വരുമാനത്തെക്കാൾ ആളുകൾക്ക് വരുമാനം കുറയുന്ന ഒരു മാസമായിരുന്നു റമളാൻ. അതുകൊണ്ട് സമ്പത്തുള്ളവർ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ നൽകാൻ വേണ്ടി റമളാനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ആ കാരണത്താലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു പണി ഇല്ലെങ്കിൽ കൂടി നമ്മൾ വെറുതെ സമയം കളയുന്ന അവസ്ഥയിൽ പലപ്പോഴും ആയിത്തീരാറുണ്ട്. ഉണ്ടായിരുന്ന പണി തന്നെ കുറച്ചിട്ട് കൂടുതൽ ഇബാദത്തിൽ മുഴുകിയ ആളുകളായിരുന്നു സലഫുകൾ എന്നുള്ളത്. അപ്പോൾ ആളുകൾക്ക് ഔദാര്യം ചൊരിയുക എന്നുള്ളത് എങ്ങനെയാണോ? ഭക്ഷണം നൽകിയിട്ടാണോ, സമ്പത്ത് നൽകിയിട്ടാണോ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമായ കാര്യം നൽകിയിട്ടാണോ, എങ്ങനെയും ചെയ്യാം. എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. സലഫുകളിൽപ്പെട്ട ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം റമളാൻ ആയാൽ പറയാറുണ്ട്, ഫൈന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം. റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ പാരായണവും അതുപോലെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലുമാണ്. അഥവാ നോമ്പ് തുറക്കാനുമെല്ലാം. കാരണം ആളുകൾ അവരുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ടാവും, ഇബാദത്തിൽ മുഴുകിയുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഭക്ഷിപ്പിക്കാനും നോമ്പ് തുറക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഭക്ഷിപ്പിക്കലുമാണ് റമളാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒറ്റക്ക് നോമ്പ് തുറക്കാറുണ്ടായിരുന്നില്ല. മിസ്കീനുകളുടെ ഒപ്പമായിരുന്നു നോമ്പ് തുറക്കാറുണ്ടായിരുന്നത്. അദ്ദേഹം നോമ്പ് തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോമ്പ് തുറന്നിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി മസ്ജിദിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ആളുകളെ, ഒരു കൂട്ടം മിസ്കീനുകളെ കൂട്ടിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ പോകാറുണ്ടായിരുന്നത്. ഇനി വീട്ടുകാരെങ്ങാനും പിന്നെ ഇങ്ങനെ ആളുകളെ കൊണ്ടുവരേണ്ട ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി ഭക്ഷണം തന്നെ കഴിക്കാറുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ വീട്ടുകാരെന്തെങ്കിലും തടസ്സമായിട്ട് കൊണ്ടുവരണ്ട എന്ന് നിലക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാത്രിയിൽ ഭക്ഷണം തന്നെ കഴിക്കാതെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഴിച്ചു കൂട്ടുമായിരുന്നു. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ റമളാനും അല്ലാത്തപ്പോഴും അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഭക്ഷണത്തിന് ആവശ്യക്കാരനായി വന്നാൽ അദ്ദേഹം ഒരിക്കൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു മത്സ്യം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, മത്സ്യം പാകം ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് ഒരു ആവശ്യക്കാരായിട്ടുള്ള ഒരാൾ ഭക്ഷണം ചോദിച്ചുകൊണ്ട് വന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊന്നും രുചി പോലും നോക്കാതെ അത് മുഴുവൻ അവർക്ക് കൊടുത്ത സംഭവമൊക്കെ കാണാം. റമളാനിലാണെങ്കിലും ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ ആ ഭക്ഷണം മുഴുവൻ കൊടുത്ത് അദ്ദേഹം രാവിലെ വരെ ഒന്നും കഴിക്കാതെ തന്നെ, അല്ലെങ്കിൽ നോമ്പ് തുറന്നിട്ടുള്ള ഭക്ഷണം ശരിക്ക് കഴിക്കാതെ തന്നെ അദ്ദേഹം ആകുമായിരുന്നു. പിറ്റേന്നും അതുപോലെ നോമ്പുകാരനാകുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ധാരാളം ആളുകൾക്ക് ഔദാര്യം ചൊരിയുക എന്നുള്ളത് റമളാനിൽ സലഫുകൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ സലഫുകൾപ്പെട്ട വ്യക്തി റമളാനിൽ 500ഓളം ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാറുണ്ടായിരുന്നു. കാരണം എന്താണോ കഴിയാറുള്ളത് ആ രീതിയിലൊക്കെ അത് സമ്പത്തുള്ള ആളായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു. മറ്റൊരു കാര്യം റമളാനിൽ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സലഫുകൾ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരാൾ മോശപ്പെട്ട വാക്കുകളും അതുപോലെ സംസാരങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണവും പാനീയവും ഒഴിവാക്കി എന്നുള്ളത് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കാര്യം ആവശ്യമൊന്നുമില്ല. അവൻ പട്ടിണി എടുക്കേണ്ട ആവശ്യമൊന്നും
അള്ളാഹ്ക്കില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണാം. അപ്പൊ സലഫുകൾ അവര് ചില പണ്ഡിതന്മാർ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഈ കളവും ഗീബത്തും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് പിന്നെ നോമ്പ് എന്നുള്ള ഇബാദത്ത് മുറിയില്ല എങ്കിൽ അതിന്റെ പ്രതിഫലത്തിൽ മുറിഞ്ഞു പോകുന്ന കാരണമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു അസറിൽ കാണാം, ലൈസ സിയാമു, നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്ക് മിനത്ത്ആമി വശറാബി വഹ്ദ, ഭക്ഷണവും പാനീയവും മാത്രം ഒഴിവാക്കലല്ല നോമ്പ് എന്ന് പറഞ്ഞാല്. വലാകിന്നഹു മിനൽ കദിബി വൽ ബാതിൽ വൽ ലഗ്ബി വൽ ഹൽഫ്, കളവ്, അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾ, അനാവശ്യ വിനോദങ്ങൾ, അതുപോലെയുള്ള സമയം കളയുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ മ്ലേച്ഛമായതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൽ നിന്നെല്ലാം ഒഴിവാകുന്നതിനാണ് നോമ്പ് എന്ന് പറയാം. നോമ്പ് എന്ന് പറയാ അതിനാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ സമയങ്ങളിലെല്ലാം നോമ്പിന്റെ സമയത്തൊക്കെ പല കാര്യങ്ങളിൽ നമ്മൾ സംസാരത്തിലും നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് ഉണ്ടാവണം. കണ്ണിന് നോമ്പ് വേണം, കണ്ണ് ഹറാമുകൾക്ക് നോക്കുന്നില്ല എന്ന രീതിയിൽ കണ്ണിന് നിയന്ത്രിക്കാൻ പറ്റണം. അതുപോലെ കാത് ഹറാമുകൾ കേൾക്കുന്നില്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റണം. സംസാരങ്ങൾ അങ്ങനെ പോകുന്നില്ല എന്നതിൽ സൂക്ഷിക്കണം. സലഫുകൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമായിരുന്നു അവരുടെ സംസാരം കുറക്കുക. നമ്മൾ തീരുമാനിച്ചാൽ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ അനാവശ്യമായിട്ട് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാനൊരു താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പൊ റമളാനിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊന്ന് മാറി എന്നിട്ട് ആ സമയം കൂടി ഖുർആൻ ഓതാൻ എടുക്കുക, ആ സമയം കൂടി വേറെ എന്തെങ്കിലും എടുക്കുക. ആളുകളോടുള്ള മിങ്കിളിങ്ങോ ആ ഒരു കാര്യം കുറച്ചിട്ട് റമളാനിലൊന്ന് ശീലിച്ചു നോക്കി. എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. റമളാനിലൊന്ന് ശീലിച്ചു നോക്കി, അതൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ഖുർആൻ പാരായണത്തിലും ദിക്റിലും ഒക്കെ മുഴുകി നോക്കി, നമുക്ക് അതിന്റെ മാറ്റം അറിയാൻ പറ്റും. ഇപ്പൊ റമളാനിൽ ഇഅ്തികാഫ് എന്നുള്ള ഒരു ഇബാദത്ത് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അവസാനത്തെ 10 മസ്ജിദിൽ തന്നെ ഇരിക്കൽ. അതൊരിക്കലും സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ അല്ല. കാരണം ഒരു മനുഷ്യന്റെ ഖൽബ് മറ്റുള്ളതിൽ നിന്നെല്ലാം ഒഴിവായി അള്ളാഹുവിലേക്ക് മാത്രം ചിന്തയാകാനാണ്. കാരണം മനുഷ്യന്റെ ഖൽബിന് അസ്വസ്ഥം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അമിതമായ ഭക്ഷണം എന്നുള്ളത്, അതിന് പകലിൽ നോമ്പ് വരുന്നുണ്ട്. അമിതമായ ഉറക്കം എന്നുള്ളത്, രാത്രി നിസ്കാരം വരുന്നുണ്ട്. പിന്നെ അമിതമായ സംസാരങ്ങളും ആളുകൾ കൂടി കലരലും, അതിനാണ് ഇഅ്തികാഫ്. അതിൽ നിന്ന് മാറി നിന്ന് മസ്ജിദിന്റെ അകത്താകുന്നത്. അപ്പോ ആ രീതിയിൽ അതിൽ നിന്നെല്ലാം ഒഴിവായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ് ഇഅ്തികാഫ്. എന്നാൽ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ ഇന്ന് കാലത്ത് ഇഅ്തികാഫ് നടക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ യഥാർത്ഥ രൂപത്തിൽ അതുപോലുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മൊത്തത്തിൽ റമളാനിൽ സംസാരം കൂടി കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സലഫുകളുടെ രീതിയായിരുന്നു. മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഖസ്ലതാനി മൻ ഹഫിളഹുമാ സലിമ ലഹു സൗമഹ്, ആരാണോ 2 കാര്യങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് അവന്റെ നോമ്പും രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അൽ ഗീബത്ത് വൽ കദിബ്, പരദൂഷണവും കളവുമാണത്. പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരുന്ന കാര്യം. അതുപോലെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി വരും. അതുപോലെ കദിബ്, കളവ് പറയുക എന്നുള്ളത്, അതുപോലെ കളവുമായി ബന്ധപ്പെട്ടുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾ അതാരാണോ സംരക്ഷിക്കുന്നത് അവന്റെ നോമ്പ് സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞത് കാണാം. ഇനി സലഫുകൾ റമളാനിൽ വരുന്ന സമയത്ത് അവർ റമളാനിനെ അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മഹത്തായ ഒരു അവസരമായിട്ട് കാണാറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മർഹബൻ ബിമുതഹ്ഹിരിനാ മിനദ്ദുനൂബ്, നമ്മളെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുന്ന ഈ റമളാനിന് ഇതാ സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം റമളാൻ എന്നുള്ളത് ഷഹ്റുൽ മഗ്ഫിറ കൂടിയാണ്. നമുക്കറിയുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി 3 തവണ ആമീൻ പറഞ്ഞത്. അപ്പൊ എന്തിനാണ് ആമീൻ പറഞ്ഞത് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ഒരു റമളാൻ കിട്ടിയിട്ട് പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ ആ റമളാൻ അവനിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട് എങ്കിൽ അവന് നാശം, എന്നിട്ട് ആമീൻ പറയാൻ പറഞ്ഞു. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ധാരാളം അള്ളാഹുലേക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായി മാറുന്ന കാര്യമാണ് എന്ത്? റമളാനിൽ നമ്മൾ ധാരാളം മഗ്ഫിറത്തുകൾ അള്ളാഹുവിനോട് തേടണം. അത് ഈ ഇബാദത്തുകൾ കൊണ്ട് തന്നെ ഉണ്ടാവും, അതല്ലാതെ നമ്മൾ തേടണം. കാരണം മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമളാനിലെ നോമ്പും നിസ്കാരവും ഒക്കെ കൊണ്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, നാം നമ്മുടെ സ്വന്തത്തിനോടും അതുപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങളോടും സലഫുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ്, റമളാൻ ഒരിക്കലും ഭക്ഷണത്തിന്റെ മാസമാക്കി നമ്മൾ മാറ്റരുത്. പലപ്പോഴും നമ്മുടെ എല്ലാം വീടുകളിൽ സംഭവിക്കുന്ന
അത് നമ്മുടെ എല്ലാം ഒരുമിച്ച് കൂടുതലുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളിൽ പൊതുവെ മാറിയിട്ടുള്ള ഒരു കാര്യമാണ് റമളാൻ ഭക്ഷണത്തിന്റെ മാസമായി മാറി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഭക്ഷണം കുറച്ച് ആ സമയം കൂടി ഇബാദത്തിൽ മുഴുകുന്ന നമ്മുടെ ഖൽബിനെ, ശരീരത്തിന്റെ ഭാരം കുറക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിന്റെ ഭാരം, ആ ഭാരങ്ങൾ ഒഴിവാക്കി ഖൽബിനെ മൃദുലമാക്കുന്ന ഒരു കാര്യമാണ് റമളാൻ ഭക്ഷണം കുറക്കുക എന്നുള്ളത്. എന്നാൽ റമളാൻ അധികവും ഇന്ന് കാലത്ത് ഭക്ഷണത്തിന്റെ മാസമായി മാറിയിട്ടുണ്ട്. സലഫുകൾ റമളാനിലും അല്ലാത്തപ്പോഴും ഭക്ഷണത്തെ അവർ കണ്ടിരുന്ന ചില രീതികൾ നമുക്ക് കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമായിരുന്നു, മൻ കാന ഹമ്മുഹു മാ യദ്ഖുലു ഇലാ ജൗഫിഹി, ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ചിന്ത അവന്റെ വയറ്റിൽ എന്താണ് കേറുന്നത് എന്നതാണ് എങ്കിൽ കാനത് ഖീമതുഹു മാ യഖ്റുജു മിൻഹു, അവന്റെ വില എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ അത്രേ ഉണ്ടാവുള്ളൂ. ഒരാളുടെ ചിന്ത, പ്രധാനപ്പെട്ട ചിന്ത അവൻ കഴിക്കുന്ന ഭക്ഷണം എന്താണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മാത്രമാണ് എന്നുണ്ടെങ്കിൽ അവന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം പുറത്തേക്ക് പോകുമ്പോൾ എന്താകുമോ അത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. കാരണം അതാണ് അതിന്റെ ഭക്ഷണത്തെ അവർ കണ്ടിരുന്ന ഒരു രീതി അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ നാഫി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മാ ശബിഅതു മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിം ആകുന്ന ശേഷം, അഥവാ പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ ഞാൻ മുസ്ലിം ആയതിനു ശേഷം അഥവാ എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടില്ല എന്ന് പറയാം. അബൂ സുലൈമാൻ അദ്ദാറാനി സലഫുൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ഇദാ അറദ്ത ഹാജതൻ മിൻ ഹവായിജ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയോ പരലോകത്തെയോ എന്തെങ്കിലും ആവശ്യങ്ങൾ നിനക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫലാ തഅകുൽ ഹത്താ തഖ്ദിയഹാ, നിനക്ക് മതിയാകുന്ന അത്രയും നീ ഭക്ഷിക്കാതിരിക്കുക. ഫഇന്നൽ അക്ല യുഗയ്യിറുൽ അഖല, ഭക്ഷണം എന്നുള്ളത് ബുദ്ധിയെ തിരിച്ചു കളയുന്നു. അതായത് ദുനിയാവിലൊരു നല്ല കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും പരലോകത്തിന്റെ വിഷയത്തിൽ മുന്നേറണം നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് മതിയാവോളം ഭക്ഷിക്കുന്ന അവസ്ഥ നീ ഒഴിവാക്കണം. അതായത് വയറ് നിറച്ച് എപ്പോഴും കഴിക്കുന്നത് നീ ഒഴിവാക്കണം. കാരണം ഭക്ഷണം അധികരിക്കുക എന്നുള്ളത് ഒരുത്തന്റെ ബുദ്ധിയെ തിരിച്ചു കളയും. കാരണം അവന്റെ ബുദ്ധിശക്തി കുറയും, അവന്റെ ഹിഫ്ള് കുറയും, ചിന്താശേഷി കുറയും, തഫക്കുർ കുറയും, തദബ്ബുർ കുറയും. അങ്ങനെ കുറെ കാര്യങ്ങളെ അത് ബാധിക്കും. ഭൗതികമായിട്ടും അതുകൊണ്ട് നേട്ടം കിട്ടൂല, പരലോകത്ത് അത്രയും ലഭിക്കില്ല. അബൂ ഇമ്രാൻ അൽ ജൂനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുമായിരുന്നു, മൻ അഹബ്ബ അൻ യുനവ്വിറ ഖൽബഹു ഫൽയുഖില്ല തആമഹു, ആർക്കാണോ പിന്നെ അവന്റെ ഖൽബ് പ്രകാശപൂരിതമാക്കേണ്ടത് അവൻ എന്ത് ചെയ്യട്ടെ, അവന്റെ ഭക്ഷണം കുറക്കട്ടെ എന്നുള്ളത്. കാരണം ഖൽബിൽ ആ ഒരു നൂറ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സഹായകമാകുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കുറക്കുക എന്നുള്ളത്. ഖൽബിന് നൂറ് ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. വല്ലാഹി നിങ്ങൾക്ക് അത് തജ്രിബ കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒന്ന്, ദൃഷ്ടി എത്രത്തോളം താഴ്ത്താൻ പറ്റുന്നുവോ, രണ്ട്, എത്രത്തോളം ഭക്ഷണം കുറക്കാൻ പറ്റുന്നുവോ. ഈ രണ്ട് കാര്യങ്ങൾ കുറയുമ്പോൾ നിങ്ങൾക്ക് ഖൽബിൽ അള്ളാഹുവിന്റെ പ്രകാശം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. തജ്രിബ കൊണ്ട് ഏതൊരു മനുഷ്യനും അനുഭവിക്കാൻ സാധിക്കണം. എത്രത്തോളമാണ് ദൃഷ്ടി താഴ്ത്താൻ, ഹറാമുകളിൽ ദൃഷ്ടി താഴ്ത്താൻ പറ്റുന്നത്, എത്രത്തോളമാണ് ഭക്ഷണം കുറക്കാൻ പറ്റുന്നത്, തീർച്ച അവന്റെ ഖൽബ് ആ നൂറ് അവന് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു സായിദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, കതബ ഇലയ്യ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് എനിക്ക് ഒരിക്കൽ കത്തെഴുതി, ഇൻ അറദ്ത അൻ യസിഹ ജിസ്മക വ യുഖില്ല നൗമക ഫഅഖ്ലിൽ മിനൽ അക്ൽ, നിനക്ക് നിന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, നിന്റെ ഉറക്കം നിനക്ക് കുറക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഭക്ഷണം കുറക്കുക എന്ന് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഒരിക്കൽ കത്തെഴുതുകയുണ്ടായി. അതുപോലെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ വബത ബത്നഹു വബത ദീനഹു, ആരാണോ അവന്റെ വയറിനെ നിയന്ത്രിക്കുന്നത് അവൻ അവന്റെ ദീനിനെ നിയന്ത്രിച്ചു. വമൻ മലക ജൂഅഹു മലകൽ അഖ്ലാഖ സ്സാലിഹ, ആർക്കാണോ വിശപ്പിനെ അധികാരപ്പെടുത്താൻ സാധിക്കുന്നത്, വിശപ്പുള്ളവനാകുന്നത്, അവന് ഏറ്റവും നല്ല സ്വഭാവങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു കാണാം.
അപ്പോ നമ്മുടെ എത്രത്തോളം നമ്മുടെ വയറിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ദീനിനെ നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം ഒരാളുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് പാപങ്ങൾക്കുള്ള പ്രേരണ കൂടുതലായിരിക്കും. അതുപോലെ ഖൽബ് ലോലമാകണമെങ്കിൽ, അള്ളാഹുവിനെ ഓർത്ത് കരയണമെങ്കിൽ, ഹസൻ ഇബ്നു യഹ്യൽ ഖുശരി അദ്ദേഹം പറയാണ്, മൻ അറാദ അയ്യഗ്ദുറ ദംഅഹു, ആർക്കെങ്കിലും കണ്ണീര് അവന്റെ കണ്ണിൽ നിന്ന് പൊഴിയണം എന്നുണ്ടെങ്കിൽ, അതുപോലെ വയറിഖ ഖൽബുഹു, അവന്റെ ഖൽബ് ലോലമാകണമെന്നുണ്ടെങ്കിൽ, ഫല്യകുൽ വൽയശ്റബ് ഫീ നസ്ഫി ബത്നിഹി, അവന്റെ വയറിന്റെ പകുതി മാത്രം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യട്ടെ. അഥവാ പിന്നെ അവന്റെ ആവശ്യത്തിന് മാത്രമുള്ളത് അവൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യട്ടെ. അമിതമാകാതെ നോക്കിയാൽ അവൻക്ക് അള്ളാഹിനോർത്ത് കരയാൻ സാധിക്കും. അതുപോലെ അവന്റെ ഖൽബ് ലോലമാകുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാം, മാ ശബിഅതു മുൻദു 16 സന, അഫൻ മാ ശബിഅതു മുൻദു 16 സന, 16 വർഷമായിട്ട് ഞാൻ എന്റെ വയറ് നിറച്ച് ഭക്ഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയാണ്, ആരെങ്കിലും വയറ് നിറച്ച് എപ്പോഴും കഴിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിന് ഭാരം കൂടും. തടി കൂടുന്നതല്ല പറയുന്നത്, ശരീരം ഇബാദത്തുകൾക്ക് വഴങ്ങാത്ത രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ അവന്റെ ബുദ്ധി നീങ്ങിപ്പോവും, അവന്റെ ചിന്താശേഷി നഷ്ടപ്പെടും, അവന്റെ ചിന്താശേഷിയും തഫക്കറും ഇതെല്ലാം നഷ്ടപ്പെടും. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അസറാണ് അടുത്തത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു കാണാം, അവ്വലു ബിദ്അത്തിൻ ഹുദ്ദിസത് ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്ത് എന്നത് അശ്ശബ്, വയറ് നിറച്ച് ഭക്ഷിക്കുന്ന അവസ്ഥയാണ്. ഇന്നൽ ഖൗമ ലമ്മാ ശബിഅത് ബുതൂനുഹും ജുമിഹത് ബിഹാ നുഫൂസുഹും ഇല ദുനിയ, എപ്പോഴാണോ ഒരു കൂട്ടരുടെ വയറ് അവർ നിറക്കുന്നത് അപ്പോൾ മുതൽ അവർ ദുനിയാവിലേക്ക് ചാഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. എത്ര ഗൗരവമുള്ളൊരു വാക്കാണ്, എത്ര ഗൗരവമുള്ളൊരു വാക്കാണ്. നമ്മൾ ഭയപ്പെടേണ്ടതാണ്. എല്ലാവർക്കും പൊതുവായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ റമളാനുമായി ബന്ധിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ഒരിക്കലും, പ്രത്യേകിച്ച് സ്ത്രീകളോട്, അതുപോലെ പുരുഷന്മാർ സ്ത്രീകളോട് ധാരാളം പലഹാരങ്ങൾ ഉണ്ടാക്കാനും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ പറയുന്ന പുരുഷന്മാർ, അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റമളാൻ എന്നുള്ളത് ഒരിക്കലും ഭക്ഷിക്കാനുള്ള ഒരു മാസമല്ല. സാധാരണ സമയങ്ങളിൽ ഭക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ തന്നെ, ഞാൻ എന്നൊഴിവാക്കി പറയല്ല, നമ്മുടെ അവസ്ഥ തന്നെ എന്താണ്, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഭക്ഷണങ്ങളും അതിനേക്കാൾ കൂടുതൽ സമയം ഭക്ഷിക്കാനും ഒക്കെ റമളാനിലാണ് എടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആകാതെ സലഫുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ, സലഫുകളുമായിട്ട് നമ്മുടെ ദീനിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ, സലഫുകളെ പോലെ റമളാനിൽ നമ്മൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യവും. അതുപോലെ സഹോദരങ്ങളെ, റമളാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നിസ്കാരമാണ്. നമുക്കറിയാം, രാത്രി നിസ്കാരം എപ്പോഴുള്ളതാണ്, റമളാനിൽ മാത്രമുള്ളതല്ല, എപ്പോഴുമുള്ള ഇബാദത്താണ് രാത്രി നിസ്കാരം. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മസ്ജിദിൽ ജമാഅത്തായി നിർവഹിച്ച് മാതൃക കാണിക്കുകയും പിൽക്കാലത്ത് ഖുലഫാ റാഷിദീങ്ങൾ അത് ജമാഅത്തായി ഉമർ റളിയല്ലാഹു അൻഹു അത് പിന്നെ ഇമാമിനെ വെച്ച് ആക്കുകയും ചെയ്തിട്ടുള്ള രീതിയുണ്ട്. അത് നമ്മൾ നിസ്കരിക്കുക, അത് ഇമാമിനോടൊപ്പം തുടർന്ന് നിസ്കരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതും അതിനപ്പുറത്തേക്ക്, കാരണം ഇന്ന് നമ്മുടെ നാടുകളിൽ പലപ്പോഴും തറാവീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറഞ്ഞ നേരം കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേഗം തീർക്കുക എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്. സലഫുകളെ കാലത്ത് തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ അവർ പറയാറുള്ളത്, അവർ രാത്രി വന്നു കഴിഞ്ഞാൽ വേഗം അത്താഴം കഴിക്കാൻ നോക്കുമായിരുന്നു. കാരണം അത്ര സമയം ഉണ്ടാവുള്ളൂ ഇനി ഫജറാകുമെന്ന് പേടിച്ചിട്ട് വേഗം അത്താഴം കഴിക്കാനാണ് അവർ ചെയ്യാറുണ്ടായിരുന്നത്. കാരണം അത്ര നേരം ദീർഘിച്ചിട്ട് അവർ രാത്രി നിസ്കാരം നിർവഹിക്കാർ ഉണ്ടായിരുന്നു. അപ്പോ ഇനി നമുക്ക് മസ്ജിദിൽ കുറച്ചു നേരം നിർവഹിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതിനുശേഷം നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാം, റമളാനിലും അല്ലാത്തപ്പോഴും. ഇനി അങ്ങനെ ശീലമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ റമളാൻ മുതൽ നമ്മൾ തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് എന്റെ ജീവിതത്തിൽ ഞാൻ രാത്രി നിസ്കാരം ഇതിനു ശേഷം ഞാൻ ശീലമാക്കും എന്നൊരു നിയ്യത്ത് നമ്മളൊന്ന് വെച്ചിട്ട്, ഞാൻ ഈ റമളാനിൽ ഒരു മാറ്റത്തിന് വേണ്ടി നോക്കിയിട്ട് നമ്മൾ തീരുമാനിച്ചാൽ വലിയ ഉപകാരം ഉണ്ടാക്കുന്ന കാര്യമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. രാത്രി നിസ്കാരം സലഫുകൾ ധാരാളമായി ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. മുൻഗാമികളുടെ സ്വാലിഹീങ്ങളുടെ ദഅബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
മുൻഗാമികളായിട്ടുള്ള സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു രാത്രി നിസ്കാരം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഹദീസുകളിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജിബ റബ്ബുനാ മിൻ റജുലൈൻ, രണ്ടാളുകളുടെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അത്ഭുതം കൂറുന്നു എന്നുള്ളതാണ്. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആള്, രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജുലുൻ സാറ അൻ ബിതാഇഹി വലിഹാഫിഹി മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി, ഒരാൾ അവന്റെ ഭാര്യയുടെ അടുക്കലിൽ നിന്ന്, അവന്റെ നല്ല പതുപതുത്ത കിടക്കയിൽ നിന്ന്, അവന്റെ ആ ഉറക്കത്തിൽ നിന്നൊക്കെ, അവന്റെ ആ ഇച്ഛകളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾ. രണ്ടാമത്തെ ആള് ജിഹാദിന് വേണ്ടി സൈന്യത്തിൽ നിൽക്കുന്ന ആള്. അപ്പൊ നിസ്കരിക്കുന്ന ആളെ നോക്കിയിട്ട് അള്ളാഹു പറയും, മലക്കുകളോട് പറയും, യഖൂലുല്ലാഹു ജല്ല വഅലാ ലിമലായികതിഹി, അള്ളാഹു തആല മലക്കുകളോട് പറയും, ഉൻദുറു ഇലാ അബ്ദി, എന്റെ അടിമയിലേക്ക് നോക്ക്, സാറ അൻ ഫിറാശിഹി വബിതാഇഹി മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി, അവന് ഇഷ്ടമുള്ള അവന്റെ ആ കിടക്കയിൽ നിന്ന്, അവന്റെ ഭാര്യയുടെ അടുക്കലിൽ നിന്ന്, അവന്റെ ഇച്ഛകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് അവൻ നിസ്കരിക്കാൻ നിൽക്കുന്നു. റഗ്ബതൻ ഫീമാ ഇൻദി, എന്റെ അടുക്കലുള്ളതിനെ ആഗ്രഹിച്ചുകൊണ്ട്, വശഫഖതൻ മിമ്മാ ഇൻദി, എന്റെ അടുക്കലുള്ളതിനെ കൊതിച്ചുകൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ് വയദ്ഹഖു ഇലൈഹിം വയസ്തബ്ശിറു ബിഹിം അല്ലദീ, മൂന്ന് കൂട്ടർ, അവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു, അവരെ നോക്കി അള്ളാഹു ചിരിക്കുന്നു, അവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളാണ്. ആര്? തന്റെ കിടപ്പറയിൽ നിന്ന്, തന്റെ ഇണയുടെ അടുക്കലിൽ നിന്ന് രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്ക് നിൽക്കുന്ന ആളാണ് അതിൽപ്പെട്ട ഒരാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്ന ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ രാത്രി നിസ്കാരം ഏതൊരു സമയത്തെ പോലെയും റമദാനിൽ അത് പ്രത്യേകമായിട്ടുള്ളതാണ്. അതിൽ പ്രത്യേക സമയം എല്ലാ ദിവസത്തെയും പോലെ രാത്രിയുടെ 1/3 യൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പൊ സലഫുകൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു രാത്രി നിസ്കാരം. റമദാനിലല്ലെങ്കിലും റമദാനിലാണെങ്കിലും, റമദാനിൽ കൂടുതൽ ഔല, അതായത് കൂടുതൽ സ്ഥാനമുള്ള പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ രാത്രി നിസ്കാരം പോലെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് റമദാനിൽ. അതിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൽ സലഫുകൾ ആ രാത്രി നിസ്കാരത്തിനെ വളരെ ശ്രദ്ധയോടുകൂടി സലഫുകൾ ഗൗരവത്തിൽ എടുക്കാറുണ്ടായിരുന്നു. ഷദ്ദാദ് ഇബ്നു ഔസ് റഹിമഹുല്ലാ, അദ്ദേഹം രാത്രി കിടക്കയിൽ എത്തിക്കഴിഞ്ഞാല് അതേപോലെ വല്ല ചട്ടിയിൽ ധാന്യങ്ങൾ ഇട്ടാൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇതാവുമല്ലോ, അതുപോലെ അസ്വസ്ഥമാകുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും മുമ്പ് അദ്ദേഹം പറയും, അല്ലാഹുമ്മ ഇന്ന ജഹന്നമ ലാ തദഅനി അനാം, അല്ലാഹുവേ നരകം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ഇബ്നു അബി റവ്വാദ് റഹിമഹുല്ലാ, അദ്ദേഹം രാത്രി കിടക്കാൻ വേണ്ടി കിടപ്പറയൊക്കെ വിരിച്ച് ഒരുക്കി നോക്കി. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ വിരിപ്പിനെ ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, മാ അലിയനക്, നീ എന്തൊരു പതുപതുത്ത മെത്തയാണ്, വലാകിൻ ഫിറാഷുൽ ജന്ന അലിയനു മിൻക്, പക്ഷേ സ്വർഗത്തിലെ വിരിപ്പ് നിന്നേക്കാൾ മൃദുലമായത് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ സലഫുകളെ പറ്റി പറയാണ്, അദ്റഖ്തു അഖ്വാമൻ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, യസ്തഹ്യൂന മിനല്ലാഹ് ഫീ സവാദി ഹാദൽ ലൈലി മിൻ തൂലിൽ ഹജ്അ, രാത്രിയിൽ സുദീർഘമായി ഉറങ്ങുന്നതിനെ തൊട്ട് അവർ ലജ്ജിക്കുമായിരുന്നു അള്ളാഹുവിന്റെ അടുക്കൽ, രാത്രി നിസ്കരിക്കാതെ ഉറങ്ങുന്നതിനെ തൊട്ട്. ഇന്നമാ ഹുവ അലൽ ജൻബ് ഫഇദാ തഹറക അഫാഖ മിൻ നൗമിഹി, അവർ ഉറങ്ങുന്ന സമയത്ത്, ഉറക്കത്തിലെങ്ങാനും അവർ എഴുന്നേൽക്കുന്ന സമയത്ത് അവർ പറയും, ലൈസ ഹാദാ ലക്, നിനക്കിതുള്ളത്, അങ്ങനെ ഉറക്കം മാത്രം നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഖൂമി ഖുദി ഹവ്വകി മിനൽ ആഖിറ, എഴുന്നേൽക്ക് എന്നിട്ട് പരലോകത്തിനുള്ളത് നീ നേടിയെടുക്ക് എന്ന് പറയുമായിരുന്നു. അവസാനമായി രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് സലഫുകൾ പറഞ്ഞ ഒരു വാക്കാണ്, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുള്ള പറഞ്ഞൊരു വാക്കാണ്. അതെല്ലാ ഇബാദത്തിനും നമുക്ക് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടി പറഞ്ഞ് നാം അവസാനിപ്പിക്കുകയാണ്. അബൂ മുസ്ലിം അൽ ഖൗലാനി, അദ്ദേഹം രാത്രി നിസ്കരിക്കുന്ന സമയത്ത് രാത്രി എന്തെങ്കിലും ക്ഷീണോ എന്തെങ്കിലും അടുപ്പോ ഒക്കെ വന്ന് ആ രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്വന്തത്തിനോട് പറയുമായിരുന്നു, അയബുന്നു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയസ്ബിഖൂന അലൈഹി, റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ അവർ വിചാരിക്കുകയാണോ അവർ മുന്നിട്ടു എന്ന്. അതായത് അദ്ദേഹം താബിയാണ്, അദ്ദേഹം സ്വഹാബിയല്ല, പക്ഷെ സ്വഹാബികളുടെ കാലത്ത് ജീവിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം രാത്രി നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ഉറക്കം വന്നതാവുമ്പോ സ്വഹാബികൾ വിചാരിച്ചു പോവാണോ അവർ മുന്നിട്ടു, അവരെല്ലാം കൊണ്ട് മുന്നിട്ടു എന്നുള്ളത്.
എന്നിട്ട് അദ്ദേഹം പറയും വല്ലാഹി ലഉസാഹിമന്നഹും അലൈഹി, അല്ലാഹുവാണ് ഞാൻ അവരോട് മത്സരിക്കുക ചെയ്യും. ഹത്താ യഅലമു അന്നഹും ഖലഫു ബഅദഹും റിജാലൻ, അവർക്ക് മനസ്സിലാവണം അവരവരുടെ പിന്നിൽ ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത് പുരുഷന്മാരെയാണ്. അതായത് അവരെ പോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആണുങ്ങളെയാണ് അവർ വിട്ടേച്ചു പോയിട്ടുള്ളത്, അവരെ പിൻഗാമികൾ എന്ന് അവർക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുമ്മ യുസല്ലി അൽ ഫജ്ർ, പ്രഭാതം വരെ അദ്ദേഹം നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു അസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബികൾ സലഫുകൾ അവർക്ക് മനസ്സിലാകണം, അവരുടെ പേരിനോട് ചേർത്ത് പറയുന്ന സലഫികൾ അഥവാ നമ്മൾ, അവരുടെ പേരിനോട് ചേർത്ത് പറഞ്ഞ നമ്മൾ അവരുടെ പിൻഗാമികളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അമലുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ചും റമളാനിൽ. അപ്പൊ ഈ റമളാൻ എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഒരു മാറ്റത്തിന്റെയും നാം ചെയ്തു വരുന്ന പാപങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കുന്ന പാപങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കാനും ചെയ്യാതെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ഐച്ഛികമായിട്ടുള്ളത് കൂടുതൽ ചെയ്യാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള ഒരു മാറ്റത്തിന്റെ അവസരമായി റമളാനെ നമ്മൾ തെരഞ്ഞെടുക്കുക. നമ്മൾ സലഫുകളോട് മത്സരിക്കുക, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടല്ല സലഫുകളോട് മത്സരിക്കുക ഇബാദത്തിന്റെ വിഷയത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.